നമസ്കാരം. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് ശേഷം തളിപ്പറമ്പിൽ നിന്നും ജയിച്ച ടി.കെ. ഗോവിന്ദൻ ഇന്ന് കണ്ണൂരിൽ തലശ്ശേരിയിൽ കോടിയേരി ബാലകൃഷ്ണന്റെ വീട്ടിലെത്തിയിരിക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു വസ്തുതയാണ്. CPM-ൽ നിന്നും 60 വർഷത്തെ CPM-ലെ സംഘടനാ പ്രവർത്തന പാരമ്പര്യമുള്ള ടി.കെ. ഗോവിന്ദൻ P.K. ശ്യാമളയെ, അതായത് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി M.B. ഗോവിന്ദന്റെ ഭാര്യയായ P.K. ശ്യാമളയെ തളിപ്പറമ്പിൽ മത്സരിപ്പിക്കുന്നതിൽ നിന്നും ഉള്ള അഭിപ്രായ ഭിന്നതയെ തുടർന്നാണ് അദ്ദേഹം CPM-ൽ നിന്നും പുറത്തു പോകുന്നത്. 3 തവണ M.B. ഗോവിന്ദൻ തളിപ്പറമ്പിൽ നിന്നും മത്സരിച്ച് ജയിക്കുകയുണ്ടായി. പിന്നീട് അതിനുശേഷം M.B. ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറിയായി മാറിയതിനു ശേഷം അദ്ദേഹത്തിന്റെ ഭാര്യ P.K. ശ്യാമളയെ അവിടെ മത്സരിപ്പിക്കുന്നു, കുടുംബ വാഴ്ച CPM-ൽ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെയാണ് P.K. ശ്യാമളയ്ക്കെതിരെ P.K. ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വ നിർണയം ഉണ്ടായപ്പോൾ ജില്ലാ സെക്രട്ടേറിയറ്റിൽ അന്ന് ടി.കെ. ഗോവിന്ദൻ ശബ്ദമുയർത്തിയിട്ടുണ്ടായിരുന്നു, തൻ്റെ എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ടി.കെ. ഗോവിന്ദനെ പോലെ പലരുടെയും എതിർപ്പുകൾ മറികടന്നുകൊണ്ട് തന്നെയാണ് M.B. ഗോവിന്ദന്റെയും പിണറായി വിജയന്റെയും താല്പര്യപ്രകാരം P.K. ശ്യാമളയെ തളിപ്പറമ്പിൽ സ്ഥാനാർത്ഥിയാക്കിയത്. പിന്നീട് പാർട്ടി സ്ഥാനാർത്ഥിക്ക് നേരെ പരസ്യമായി തന്നെ രംഗത്ത് വന്ന ടി.കെ. ഗോവിന്ദനെ CPM പുറത്താക്കുന്നു. UDF-ന്റെ പിന്തുണയോടുകൂടി ടി.കെ. ഗോവിന്ദൻ P.K. ശ്യാമളയ്ക്കെതിരെ മത്സരിക്കുന്നു, ഗംഭീര വിജയം നേടുന്നു. ഇത് CPM-നെ സംബന്ധിച്ചിടത്തോളം 2 ചെകിട്ടത്ത് മാറി മാറി കിട്ടിയ വലിയൊരു അടി തന്നെയായിരുന്നു. തളിപ്പറമ്പിൽ ടി.കെ. ഗോവിന്ദനും അങ്ങ് പയ്യന്നൂരിൽ പാർട്ടിയുടെ രക്തസാക്ഷിയായ ധൻരാജിന്റെ രക്തസാക്ഷി ഫണ്ട് വിനിയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ ക്രമക്കേട് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വി. കുഞ്ഞികൃഷ്ണനും പാർട്ടിയുടെ MLA ആയ ടി.ഐ. മധുസൂദനെതിരെ വലിയ പരാതികൾ ഉയർത്തുന്നു, ആരോപണങ്ങൾ ഉയർത്തുന്നു. ഇതിന്റെ പേരിൽ വി. കുഞ്ഞികൃഷ്ണനെയും പാർട്ടി പുറത്താക്കുന്നു. അങ്ങനെ തളിപ്പറമ്പിൽ നിന്നും കുഞ്ഞികൃഷ്ണൻ പാർട്ടി സ്ഥാനാർത്ഥിക്കെതിരെ UDF-ന്റെ പിന്തുണയോടുകൂടി മത്സരിക്കുന്നു. വി. കുഞ്ഞികൃഷ്ണനും ഗംഭീര ഭൂരിപക്ഷത്തിൽ ജയിക്കുന്നു. പാർട്ടിയുടെ ഈറ്റില്ലമായ കണ്ണൂരിലും തലശ്ശേരിയിലും തളിപ്പറമ്പിലുമെല്ലാം പാർട്ടി സ്ഥാനാർത്ഥിക്കെതിരെ CPM-ൽ നിരവധി വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള സഖാക്കൾ തന്നെ എതിരായി മത്സരിക്കുമ്പോൾ അത് പാർട്ടിയുടെ അടിത്തറ ഇളക്കുന്നതിന് തുല്യമായ ഒരു പ്രവൃത്തി തന്നെയായിരുന്നു. ഈ സാഹചര്യത്തിലാണ് CPM നാണം കെട്ട് നാറി നിൽക്കുന്ന സാഹചര്യത്തിലാണ് ടി.കെ. ഗോവിന്ദൻ ഇന്ന് കോടിയേരി ബാലകൃഷ്ണന്റെ വീട്ടിലെത്തുന്നതും അദ്ദേഹത്തിന്റെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന ചെയ്യുന്നതും. കോടിയേരി ബാലകൃഷ്ണൻ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് കാണുന്ന രീതിയിൽ CPM-ൽ അപജയങ്ങൾ ഉണ്ടാകില്ല എന്ന് തന്നെയാണ് ടി.കെ. ഗോവിന്ദൻ സംസാരിച്ചത്. കോടിയേരി ബാലകൃഷ്ണന്റെ ഭാര്യ വിലാസിനിയും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. ടി.കെ. ഗോവിന്ദന്റെ ഭാര്യ രമണിയും അദ്ദേഹത്തോടൊപ്പം കോടിയേരിയുടെ വീട് സന്ദർശിക്കുന്നതിന് വേണ്ടി എത്തിയിട്ടുണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന്റെ തൊട്ടടുത്ത നിമിഷം തന്നെ ബിനീഷ് കോടിയേരിയുടെ ഒരു FB കുറിപ്പുണ്ടായിരുന്നു. കോടിയേരി ബാലകൃഷ്ണന് പകരം നിൽക്കാൻ മറ്റാരുമില്ല. M.B. ഗോവിന്ദന്റെ CPM സംസ്ഥാന സെക്രട്ടറി എന്ന രീതിയിലുള്ള അപജയങ്ങളും മുഖ്യമന്ത്രി എന്ന രീതിയിൽ പിണറായി വിജയന്റെ അപ്രമാദിത്വവും തൻപോരിമയും ധാർഷ്ട്യവും അഹങ്കാരവും തുറന്നു കാണിക്കുന്ന തരത്തിലുള്ള പോസ്റ്റ് തന്നെയായിരുന്നു ബിനീഷ് കോടിയേരി FB-യിൽ കുറിച്ചത്. എന്നാൽ പിന്നീട് ആ FB പോസ്റ്റ് നീക്കം ചെയ്യുകയുണ്ടായി. കണ്ണൂരിലുള്ള അസംതൃപ്തരായ നിരവധി ആളുകൾ CPM-ൽ ഇപ്പോഴും ഉണ്ട്. അതായത് പിണറായി വിജയനെ പോലും ധർമ്മടത്ത് സ്വന്തം മണ്ഡലത്തിൽ 50,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് കഴിഞ്ഞ തവണ ജയിച്ച പിണറായി വിജയന്റെ ഭൂരിപക്ഷം ഇക്കുറി 20,000-ൽ ശിഷ്ടമായിരുന്നു എന്ന് പറയുമ്പോൾ ഏതാണ്ട് 30,000-ലധികം വോട്ടിന്റെ ചോർച്ചയാണ് പിണറായി വിജയന്റെ മണ്ഡലത്തിൽ തന്നെ ഉണ്ടായിരിക്കുന്നത്. ഓർക്കണം, കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയിലെ മുഖ്യമന്ത്രിയായ CPM-ൽ ചോദ്യം ചെയ്യാൻ പാടില്ലാത്ത അല്ലെങ്കിൽ ചോദ്യം ചെയ്യപ്പെടാത്ത നേതാവെന്ന് അറിയപ്പെടുന്ന പിണറായി വിജയന്റെ മണ്ഡലത്തിൽ തന്നെയാണ് CPM-ന്റെ വോട്ടുകൾ ചോർന്നത് എന്ന് പറയുമ്പോൾ അക്ഷരാർത്ഥത്തിൽ CPM ഞെട്ടി വീർത്തിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. തളിപ്പറമ്പിലും പയ്യന്നൂരിലുമെല്ലാം CPM റിബൽ സ്ഥാനാർത്ഥികൾ CPM-നെതിരെ മത്സരിക്കുന്നു, ഗംഭീര വിജയം നേടുന്നു. ചരിത്രത്തിൽ ഇന്നേ വരെ കാണാത്ത രീതിയിൽ കേരളത്തിൽ CPM കൂപ്പുകുത്തിയിരിക്കുന്നു. 140 അംഗങ്ങളുള്ള നിയമസഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ 140 മണ്ഡലങ്ങളിൽ 35 സീറ്റ് മാത്രമാണ് CPM-ന് പിടിക്കാൻ പറ്റിയത് എന്ന് പറയുമ്പോൾ വളരെ ദയനീയമായ പരാജയമായിരുന്നു.
കഴിഞ്ഞ തവണ രണ്ടാം പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ 99 സീറ്റോടുകൂടി അധികാരത്തിൽ വന്ന പിണറായി വിജയനാണ് ഇക്കുറി 35 സീറ്റിലേക്ക് ഒതുങ്ങിപ്പോയത്. പിണറായി വിജയനും CPM-ഉം. ഇത് നാണം കെട്ട തോൽവിയാണ്, ചരിത്രത്തിൽ CPM-നുണ്ടായ ഏറ്റവും ദയനീയമായ തോൽവിയാണ് എന്ന് രേഖപ്പെടുത്തുന്നു. ഈ സന്ദർഭത്തിൽ കൂടിയാണ് TK ഗോവിന്ദന്റെ കോടിയേരി ബാലകൃഷ്ണന്റെ വീട്ടിലേക്കുള്ള സന്ദർശനം വിലയിരുത്തപ്പെടുന്നത്. കണ്ണൂരിൽ അല്ല എന്നുണ്ടെങ്കിൽ കേരളത്തിൽ ആകമാനം CPM-ൽ നിന്നും തെറ്റിപ്പിരിഞ്ഞു നിൽക്കുന്നതോടുകൂടി CPM-ൽ നിലകൊള്ളുന്ന നേതാക്കന്മാരെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി ഒരു വിശാല ഇടത് സഖ്യം രൂപീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു സൂചനയാണ് TK ഗോവിന്ദന്റെ ഈ പ്രവൃത്തിയിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത്. രാഷ്ട്രീയ നിരീക്ഷകർ ഇത് തന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് CPM-നകത്തുള്ള യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് വിശ്വാസികൾ ഇപ്പോഴും പാർട്ടി വിട്ടുപോകാൻ തയ്യാറല്ല. TK ഗോവിന്ദനും പാർട്ടി വിട്ടുപോയെങ്കിലും ഇടത് മനസ്സ് തൻ്റെ ഒരിക്കലും മാറിയിട്ടില്ല. താൻ ഒരിക്കലും UDF-ലേക്ക് പോകില്ല എന്നാണ് V കുഞ്ഞികൃഷ്ണനും TK ഗോവിന്ദനും അമ്പലപ്പുഴയിൽ നിന്ന് മത്സരിച്ച് ജയിച്ച G സുധാകരനുമെല്ലാം ഒരേ സ്വരത്തിൽ പറയുന്നത്. അപ്പോൾ കുറെ കൂടി വിശാലമായ ഒരു ഇടത് സഖ്യത്തിന് ഇവരെല്ലാവരും ചേർന്ന് രൂപം കൊടുക്കുമോ എന്നുള്ളത് ആണ് ഇപ്പോൾ ചർച്ചയാവുന്ന വിഷയം. അതിൻ്റെ ഏറ്റവും കൃത്യമായ വ്യക്തമായ സൂചന തന്നെയാണ് TK ഗോവിന്ദൻ കോടിയേരി ബാലകൃഷ്ണന്റെ വീട്ടിലെത്തി അദ്ദേഹത്തിന്റെ സഹധർമ്മിണിയുമായി കൂടിക്കാഴ്ച നടത്തിയതും തുടർന്ന് കോടിയേരി ബാലകൃഷ്ണന്റെ സ്മൃതി മണ്ഡപത്തിലെത്തി അദ്ദേഹത്തിന് പുഷ്പാർച്ചന ചെയ്തതും എന്ന് തന്നെയാണ് പറയുന്നത്. എന്തായാലും G സുധാകരനും TK ഗോവിന്ദനും V കുഞ്ഞികൃഷ്ണനും അടക്കം നിരവധി ആളുകൾ CPM-ൽ ഇടഞ്ഞു നിൽക്കുന്ന അല്ലെങ്കിൽ CPM-ൽ അസംതൃപ്തരായി നിൽക്കുന്ന ആളുകളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് CPM-ന് ബദലായി ഒരു മൂന്നാം മുന്നണി ഉണ്ടാകും, വിശാലമായ ഇടത് സഖ്യം ഉണ്ടാകും എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ തീർച്ചയായും ഇപ്പോൾ കണ്ണൂരിലുള്ള 3 ജയരാജന്മാരും ശ്രീമതി ടീച്ചറും ശൈലജ ടീച്ചറും അടക്കമുള്ള നിരവധി തലമുതിർന്ന നേതാക്കളും ഈ വിശാല സഖ്യത്തിന്റെ ഭാഗമാകാൻ സാധ്യതയുണ്ട് എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നു. എന്തായാലും 15 വർഷക്കാലം പാർട്ടിയെയും CPM എന്ന പാർട്ടിയെയും 10 വർഷക്കാലം CPM എന്ന പാർട്ടിയെയും ഭരണത്തെയും തന്റെ കൈപ്പിടിയിൽ കൊണ്ടു നടന്ന ചോദ്യം ചെയ്യപ്പെടാനാവാത്ത നേതാവെന്ന പേരുകെട്ട ദാർഷ്ട്യക്കാരനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ പടിയിറങ്ങുമ്പോൾ CPM-ൽ പുതിയൊരു അച്ചുതണ്ട് രൂപം കൊള്ളുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അഥവാ ഇടത് പക്ഷത്ത് മറ്റൊരു അച്ചുതണ്ട് രൂപം കൊള്ളുന്നു. അത് ഒരുപക്ഷെ CPM-ന്റെ വിനാശത്തിലേക്ക് അല്ലെങ്കിൽ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരന്റെ ഉദയത്തിലേക്കായിരിക്കും വഴിവെക്കുക എന്നുകൂടി രേഖപ്പെടുത്തുന്നു. അതിന്റെ നാന്ദിയാണ്, അതിന്റെ ആദ്യ സൂചനയാണ് TK ഗോവിന്ദൻ കോടിയേരി ബാലകൃഷ്ണന്റെ സ്മൃതി മണ്ഡപവും വീണ്ടും സന്ദർശിച്ചത് എന്നാണ് പറയാൻ കഴിയുക. അങ്ങനെയാണോ എന്നുള്ളത് നമുക്ക് വരും കാലങ്ങളിൽ കണ്ടറിയാൻ കാത്തിരിക്കാം.